ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് ബില്ല് കണ്ട് ഞെട്ടിപ്പോകാത്തവരായി നമ്മളിൽ ആരും തന്നെ കാണുകയില്ല. ഓരോ പ്രാവശ്യവും കറണ്ട് ബില്ല് വന്നു കഴിയുമ്പോൾ അത് എങ്ങനെ കുറയ്ക്കാമെന്ന് അപ്പോൾ നാം തീരുമാനിക്കും. അടുത്ത പ്രാവശ്യം കറണ്ട് ബിൽ വരുമ്പോൾ സ്ഥിതി ഇതുതന്നെയാണ്. കുറയാറില്ല, കൂടാറാണ് പതിവ്. സ്ഥിരമായി ചില കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് കൃത്യമായിട്ട് നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അത് ഒരു ദിവസമോ 2 ദിവസമല്ല, തുടർച്ചയായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ കറണ്ട് ബില്ല് തീർച്ചയായും കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. പീക്ക് ടൈമിലെ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വൈകുന്നേരം 6:30 മുതൽ 10:30 വരെയുള്ള സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം നമ്മൾ കൃത്യമായി കുറയ്ക്കുക. കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഈ സമയങ്ങളിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യക്ഷത്തിൽ ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുകയില്ല എങ്കിൽ തന്നെയും KCB വൻ തുകയ്ക്കാണ് ഈ സമയങ്ങളിൽ വൈദ്യുതി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നത്. ഈ അധിക നിരക്ക് കസ്റ്റമറായ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കുക. LED ബൾബുകൾ കൂടുതൽ ഉപയോഗിക്കുക. TV, കമ്പ്യൂട്ടർ എന്നിവ LED സ്ക്രീൻ ഉള്ളവ ഉപയോഗിക്കുക. ഫ്രിഡ്ജ് ഇടയ്ക്കിടയ്ക്ക് തുറക്കാതിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നത് വലിയ ഊർജ്ജനഷ്ടം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഉയർന്ന സ്റ്റാർ റേറ്റുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. അത് കേടായി കഴിയുമ്പോൾ നന്നാക്കി ഉപയോഗിച്ചാൽ ഈ ലാഭം കിട്ടുകയില്ല. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നന്നാക്കി അത് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ്. തീരുമാനം നിങ്ങളുടേത് മാത്രമാണ്. ടാങ്കിലെ വെള്ളം തീർന്നതിന് ശേഷം മാത്രം ഒറ്റ പ്രാവശ്യമായിട്ട് ടാങ്ക് നിറയ്ക്കുക. തോന്നുമ്പോൾ ഓണാക്കാതിരിക്കുക. എർത്തിങ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. സ്വയം വിലയിരുത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ്റെ സഹായം തേടുക. ചെറുതും വലുതുമായ പുതിയ വയറിങ്ങുകൾ ചെയ്യുമ്പോൾ പുതിയ വയറുകൾ, അതായത് ക്വാളിറ്റിയുള്ള വയറുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. AC ഓഫാക്കുമ്പോൾ അതിൻ്റെ സ്വിച്ച് ഓഫാക്കാൻ ശ്രദ്ധിക്കുക. റിമോട്ടിൽ മാത്രം ഓഫാക്കുന്ന ശീലം ഒഴിവാക്കുക. അയൺ ബോക്സ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ആഴ്ചയിൽ അല്ലെങ്കിൽ ഒന്നിച്ച് തേക്കുവാനുള്ള ശ്രമം നടത്തുക. വാട്ടർ ഹീറ്റർ ചൂടുവെള്ളം ആവശ്യമുള്ള സമയങ്ങളിൽ മാത്രം ഓണാക്കി ഓഫാക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. ഓവൻ ചെറിയ കുക്കിങ്ങിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. എന്തെങ്കിലും മെയിനായിട്ട് അല്പം കൂടുതൽ ടൈം ആവശ്യമുള്ള കുക്കിങ്ങിന് മാത്രം ഓവൻ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കറണ്ട് ബില്ല് കൃത്യസമയത്ത് അടയ്ക്കാൻ ശ്രദ്ധിക്കുക. ഡ്യൂ ഡേറ്റിനുള്ളിൽ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം അടയ്ക്കുന്നതിന് KCB പലിശ ഈടാക്കുമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കുക. മീറ്റർ റീഡിംഗ് എടുക്കുവാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് അതിനുള്ള അവസരം കൃത്യമായി നൽകുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ ഒരു തുക കറണ്ട് ചാർജിൽ നിന്നും നിങ്ങൾക്ക് ലാഭിക്കുവാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.